കേട്ട് എക്സാമിനേഷൻ ഇനി വളരെ കുറച്ച് മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. ഇനി എന്ത് ചെയ്യുക? കൂടുതലായിട്ടൊന്നും പഠിക്കാൻ നിൽക്കേണ്ട, നിങ്ങൾ പഠിച്ചെടുത്തോളം ഒക്കെ മതി. കുറച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഹാൾ ടിക്കറ്റ് കൃത്യമായി പ്രിൻ്റ് എടുത്തിട്ടുണ്ട്, അതേപോലെ വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുള്ള സ്കൂൾ, നമ്മുടെ എക്സാം സെൻറ്റർ എവിടെ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, എഴുതാൻ എടുത്തു വെച്ചേക്കുന്ന പേനകൾ കൃത്യമായിട്ട് തെളിയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുക? ചൂട് സമയമാണ്, മുമ്പും പറഞ്ഞ കാര്യമാണ്. എന്ത് ചെയ്യുക? വെള്ളം എടുത്തൊക്കെ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ വെക്കണം. അല്ലാതെ ബോട്ടിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അത് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറയും. അപ്പോൾ വെറുതെ എന്തിനാണ് അങ്ങനെ ഒരു പാനിക് ആവുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കുന്നത്? അതൊന്നും വേണ്ട. വളരെ കൂളായിട്ട് എല്ലാവരും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡി ആവുക. നേരത്തെ തന്നെ കിടന്നുറങ്ങുക, രാവിലെ നേരത്തെ എണീക്കുക, എക്സാം സെൻറ്ററിൽ കൃത്യസമയത്ത് എത്തുക. നമുക്ക് എവിടെയെങ്കിലും ഒരു റഷ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് ഡൗൺ ആയിപ്പോവും. അതിനുള്ള ഒരു അവസരവും ഉണ്ടാക്കരുത്. എല്ലാം എന്ത് ചെയ്യുക? മുമ്പേ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് റെഡി ആയിരിക്കാം. കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ഇനി ഒന്നും വാരി വലിച്ച് പഠിക്കാൻ നിൽക്കേണ്ട. എല്ലാവരും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള മൈൻഡോട് കൂടി തന്നെ എക്സാമിനെ അപ്രോച്ച് ചെയ്യാം. ഈ ഒരു എക്സാം തന്നെ പാസ്സാവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എക്സാം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും i+നെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.